കോൺഗ്രസിനെയും നേതാക്കളെയും അവഹേളിക്കുക എന്ന ഉദ്ദേശത്തോടെ ബി.ജെ.പി. സർക്കാരിന്റെ രാഷ്ട്രീയ പ്രതികാരത്തിന്റെ ഭാഗമായി കെട്ടിച്ചമച്ചതാണ് നാഷണൽ ഹെറാൾഡ് കേസെന്ന് കേരളത്തിന്റെ ചുമതലയുള്ള എ.ഐ.സി.സി. ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി കെ.പി.സി.സി. ആസ്ഥാനത്ത് നടന്ന വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അവർ. മോദി ഭരണത്തിൽ രാജ്യം അഭിമുഖീകരിക്കുന്ന യഥാർത്ഥ പ്രശ്നങ്ങളിൽ നിന്ന് ജനശ്രദ്ധ തിരിക്കുന്നതിന്റെ ഭാഗം കൂടിയാണിത്. തൊഴിലില്ലായ്മ, പണപ്പെരുപ്പം, വിദേശ നയത്തിൽ പരാജയം, സാമൂഹിക അരക്ഷിതാവസ്ഥ എന്നിവയാണ് മോദി സർക്കാരിന്റെ ബാക്കിപത്രം. നിയമപരമല്ലാത്ത ഒരു കാര്യവും നാഷണൽ ഹെറാൾഡുമായി ബന്ധപ്പെട്ട് നടന്നിട്ടില്ല. യങ് ഇന്ത്യ എന്ന കമ്പനി രൂപീകരിച്ചത് കമ്പനി ആക്ടിലെ സെക്ഷൻ 25 അനുസരിച്ചാണ്. നോൺ പ്രോഫിറ്റ് കമ്പനിയായിട്ടാണ് അത് രൂപീകരിച്ചത്. കമ്പനി ആക്ടിലെ എല്ലാ നിബന്ധനകളും പാലിച്ചാണ് അത് പ്രവർത്തിച്ചത്. ₹1 കള്ളപ്പണ ഇടപാടും ഇതിൽ നടന്നിട്ടില്ല. ബ്രിട്ടീഷ് ഭരണത്തിനെതിരായ പോരാട്ടത്തിനും കോൺഗ്രസ് ആശയങ്ങൾ പ്രചരിപ്പിക്കാനുമാണ് 1937 ജവഹർലാൽ നെഹ്റു നാഷണൽ ഹെറാൾഡ് എന്ന പത്രം ആരംഭിച്ചത്. അസോസിയേറ്റഡ് ജേണൽ ലിമിറ്റഡ് എന്ന കമ്പനി അതിനുവേണ്ടി സ്ഥാപിച്ചു. സാമ്പത്തിക പ്രതിസന്ധി കാരണം ജീവനക്കാരുടെ ശമ്പളം, വൈദ്യുതി ചാർജ് ഉൾപ്പെടെ മുടങ്ങുന്ന അവസ്ഥയുണ്ടായപ്പോൾ വിവിധ കാലഘട്ടങ്ങളിലായി ഏതാണ്ട് 90 കോടിയോളം രൂപ തവണകളായി നാഷണൽ ഹെറാൾഡ് പത്രത്തിന്റെ നടത്തിപ്പിനായി കോൺഗ്രസ് കടമായി നൽകി സഹായിച്ചു. ഈ തുക ജീവനക്കാരുടെ ശമ്പള കുടിശ്ശിക തീർക്കാനും VRS ആനുകൂല്യങ്ങൾക്കും മറ്റുമാണ് വിനിയോഗിച്ചത്. ഇതിനെല്ലാം കൃത്യമായ രേഖയുമുണ്ട്. ആരോപണം ഉയർന്ന ഘട്ടത്തിൽ തന്നെ കോൺഗ്രസ് ഈ രേഖകൾ തിരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകുകയും ബോധ്യപ്പെടുത്തുകയും ചെയ്തതാണ്. വ്യാജ ആരോപണവും പ്രചരണവുമാണ് ബി.ജെ.പി. നടത്തുന്നത്. യങ് ഇന്ത്യൻ എന്ന സ്ഥാപനത്തിന്റെ ഡയറക്ടർ ബോർഡ് അംഗങ്ങൾക്ക് ശമ്പളം പോലും എടുക്കാൻ സാധ്യമല്ല. AJL ലിമിറ്റഡിന്റെ സ്വത്തോ ആസ്തികളോ കൈമാറ്റം ചെയ്യുകയോ അതിൽ നിന്ന് ₹1 പിൻവലിക്കുകയോ ചെയ്തിട്ടില്ല. പിന്നെ എങ്ങനെയാണ് കള്ളപ്പണം വെളുപ്പിക്കൽ ആരോപണം ബി.ജെ.പി. ഉന്നയിക്കുന്നത്? സുബ്രഹ്മണ്യൻ സ്വാമിയുടേത് രാഷ്ട്രീയ ആരോപണം മാത്രമാണെന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടിരുന്നു. ED അന്വേഷണത്തോട് കോൺഗ്രസ് പൂർണ്ണമായും സഹകരിക്കുകയും ചെയ്തിട്ടുണ്ട്. 2014 ED കേസ് അന്വേഷിച്ച പരാതിയിൽ കഴമ്പില്ലെന്ന് കണ്ടെത്തിയതാണ്. എന്നാൽ ബി.ജെ.പി. ഗാന്ധി കുടുംബത്തെ ഉന്നം വെച്ച് കേസുമായി മുന്നോട്ട് പോവുകയായിരുന്നു. ജനം കോൺഗ്രസിനെയും സോണിയാഗാന്ധിയെയും രാഹുൽ ഗാന്ധിയെയും വിശ്വസിക്കുന്നുവെന്നും അവരിൽ പ്രതീക്ഷ വെച്ച് പുലർത്തുന്നു എന്നും മനസ്സിലാക്കിയ മോദി ഭരണകൂടം രാഷ്ട്രീയ പ്രതികാരത്തിന്റെ ഭാഗമായി കോൺഗ്രസ് നേതാക്കളെ തേജോവധം ചെയ്യുന്നതിനാണ് ഈ കേസുമായി മുന്നോട്ട് പോകുന്നത്. അഹമ്മദാബാദിലെ എ.ഐ.സി.സി. സമ്മേളനത്തോടെ കോൺഗ്രസ് സംഘടനാ ശാക്തീകരണ നടപടികളിലൂടെ കരുത്താർജിക്കുന്നുവെന്ന തിരിച്ചറിവാണ് ബി.ജെ.പിയെ ഇത്തരം വ്യാജ ആരോപണവും കള്ളക്കേസും നടത്താൻ പ്രേരിപ്പിക്കുന്നത്. എല്ലാ മേഖലയിലും മോദി ഭരണകൂടം പരാജയപ്പെട്ടു. തൊഴിലില്ലായ്മ പരിഹരിക്കാനും രാജ്യം നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധിയെ അതിജീവിക്കാനും മോദി സർക്കാരിന് കഴിയുന്നില്ല. ജനങ്ങളെ ഭിന്നിപ്പിക്കുന്ന നടപടികളാണ് മോദി ഭരണകൂടത്തിൻ്റെത്. ജനങ്ങൾക്കിടയിൽ ഭയം വളർത്തുന്നു. വഖഫ് ഭേദഗതി ബില്ലിലൂടെ മുസ്ലിങ്ങളെയും ഓർഗനൈസറിലെ ലേഖനത്തിലൂടെ കത്തോലിക്ക സഭയെയും ബി.ജെ.പി. ലക്ഷ്യമിടുന്നു. ബി.ജെ.പിയുടെ വിദ്വേഷ രാഷ്ട്രീയത്തിനെതിരായ കോൺഗ്രസിന്റെ ശബ്ദം അടിച്ചമർത്താനാണ് ഇത്തരം കള്ളക്കേസുകൾ കെട്ടിച്ചമയ്ക്കുന്നത്. ഇതിനെ കോൺഗ്രസ് നിയമപരമായും രാഷ്ട്രീയപരമായും നേരിടും. കേന്ദ്ര സർക്കാരിന്റെ പ്രതികാര രാഷ്ട്രീയത്തിനെതിരെ കോൺഗ്രസ് രാജ്യവ്യാപകമായി ജില്ലാതലങ്ങളിൽ പ്രതിഷേധിച്ചിരുന്നു. അതിന്റെ തുടർച്ചയായി സംവിധാൻ ബച്ചാവോ റാലികൾ എല്ലാ സംസ്ഥാനങ്ങളിലും നടത്തും. ബി.ജെ.പിയുടെ പ്രതികാര വിദ്വേഷ രാഷ്ട്രീയം വീട് വീടാന്തരം കയറി കോൺഗ്രസ് വിശദീകരിക്കുമെന്നും ദീപാദാസ് മുൻഷി എടുത്തു പറഞ്ഞു.